നമസ്കാരം. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഉയർച്ച അനിവാര്യമാണ്. ഉയർച്ചയില്ലാതെ മുന്നോട്ട് പോവുക ആർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. സമ്പത്ത്, സൗഭാഗ്യം എന്നിവ ആഗ്രഹിക്കാത്ത വ്യക്തികൾ ഉണ്ടാകില്ല എന്നതും വാസ്തവമാണ്. താനും തന്റെ കുടുംബവും തങ്ങൾക്കൊപ്പം നിൽക്കുന്നവരും സന്തോഷത്തോടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ബഹുഭൂരിപക്ഷം വ്യക്തികളും. അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് സമൃദ്ധി വന്നു ചേരണം എന്ന് ആഗ്രഹിക്കാത്തവർ ഉണ്ടാകില്ല എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയും പൂജകൾ, പ്രാർത്ഥനകൾ നടത്തുന്നതിലൂടെയും ഈശ്വരാധീനത്തിലൂടെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ ഇപ്രകാരം വന്നു ചേരുന്നതായ ഐശ്വര്യത്തെ നഷ്ടമാക്കുന്ന പലവിധ കാര്യങ്ങളുമുണ്ട്. ഒരു വ്യക്തി ജീവിതത്തിൽ അറിയാതെ ചെയ്തു പോകുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ദോഷങ്ങൾ വന്ന് നിറയുന്നതിനും എന്തു തന്നെ ചെയ്താലും ചെയ്തിട്ടുള്ളതായ സൽക്കർമ്മങ്ങളുടെ ഫലങ്ങളോ പൂജയുടെ ഫലങ്ങളോ ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഏവരുടെയും വീടുകളിൽ നിശ്ചയമായും ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് ചൂല്. ചൂലില്ലാത്ത വീടുകൾ ഉണ്ടാകുന്നതല്ല. എന്നാൽ ചൂലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചൂല് ഒരു വീട്ടിൽ സൗഭാഗ്യം കൊണ്ടുവരുന്നത് പോലെ തന്നെ ഒരു വീട്ടിലെ ഐശ്വര്യത്തെ നശിപ്പിച്ച് കളയുവാനും സാധിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു വീട്ടിലെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്ന ആ സാഹചര്യത്തെ കുറിച്ച്, ചൂലുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും. ചില സമയങ്ങളിൽ ചൂല് നാം ഉപയോഗിക്കുന്നത് ആ വീടുകളിൽ തന്നെ ഐശ്വര്യം നഷ്ടമാകുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ്. ആ വീടുകളിൽ എത്ര തന്നെ ശ്രമിച്ചാലും ഉയർച്ച വന്ന് ചേരാത്തതായ ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുക. സമ്പൽ സമൃദ്ധി തന്നെ പടിയിറങ്ങി പോകുന്ന സാഹചര്യം വന്നു ചേരുകയും കടം വാങ്ങി മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ കടബാധ്യതകൾ വർദ്ധിക്കുക, അത്തരം കാര്യങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. എന്നാൽ ചില സമയങ്ങളിൽ ചൂല് ഉപയോഗിച്ച് അടിച്ചു വാരുന്നതിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന കടം തന്നെ ഒലിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക, ഇല്ലാതാകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ആ കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ഒരു വ്യക്തി തീർച്ചയായും അതിരാവിലെ വീടും പരിസരവും വൃത്തിയാക്കണം എന്നത് നിർബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിലനിർത്തുവാനും കടാക്ഷം നാൾക്കുനാൾ നിലനിൽക്കുവാനും ആ ഒരു കാര്യം ചെയ്തേ തീരൂ എന്നതാണ് വാസ്തവം. 6 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് അടിച്ചു വാരുന്നത് ഏറ്റവും ഉത്തമം തന്നെയാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ് എങ്കിൽ അല്പം മഞ്ഞൾ ജലം അല്ലെങ്കിൽ ഉപ്പ് ജലം തളിക്കുന്നതും ആ വീടുകളിൽ ഐശ്വര്യവർദ്ധനവിന് കാരണമായി തീരും. ഈ സമയം നിങ്ങൾ അടിച്ചു വാരുകയാണ് എങ്കിൽ ബ്രാഹ്മമുഹൂർത്തത്തിന്റെ പൂർണ്ണമായ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ഐശ്വര്യവർദ്ധനവ്, സമ്പൽ സമൃദ്ധി തന്നെ ആ വീടുകളിലേക്ക് കടന്നു വരും. ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് ആ വീടുകളിലെ സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കും എന്നുള്ളതാണ്. ആ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനനേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, സാമ്പത്തികമായ ഉയർച്ച നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. കടം ക്രമേണ ഇല്ലാതാകുന്നതിന് അത് കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക. 7 മണി മുതൽ 10 മണി വരെയുള്ള സമയവും കുഴപ്പമില്ല. ഈ സമയവും നിങ്ങൾ അടിച്ചു വാരുന്നത് ആ വീടുകളിൽ ഐശ്വര്യ വർദ്ധനവിന് സഹായകരമാണ്. 10-ന് ശേഷം എന്ന് പറയുമ്പോൾ അതിന് മുന്നോടിയായി തന്നെ നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കണം. ഇനി സാധിക്കുന്നില്ല എങ്കിൽ 10 മണിക്ക് ശേഷമാകാം. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം സന്ധ്യാസമയം തന്നെയാണ്.
സന്ധ്യാസമയത്തിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. ഈ സമയം ചിലർ വീടുകളിൽ ചൂലുകൊണ്ട് അടിച്ചു വാരുന്നതാണ്. അതിനു മുൻപേ തന്നെ ചെയ്യണം എന്നാണ് പറയുക. അതിനുശേഷം കുളിച്ച് ശുദ്ധിയോടെ നിലവിളക്ക് തെളിയിച്ച് നാമങ്ങൾ ജപിക്കുന്നതിലൂടെ ആ വീടുകൾക്ക് ഐശ്വര്യവർദ്ധനവ്, ആയുരാരോഗ്യം, ആ വ്യക്തികളുടെ ജീവിതത്തിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുക, അത് അവരുടെ തൊഴിലിലും കർമ്മങ്ങളിലും പ്രതിഫലിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. എന്നാൽ നേരെ മറിച്ച് ഈ സമയം അടിച്ചു വാരുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ, ചൂല് ഉപയോഗിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് അതീവ ദോഷകരമായ ഒരു കാര്യമാണ്. ദാരിദ്ര്യമാണ് ഫലം എന്ന് നിശ്ചയം പറയാം. കാരണം ഒരു വീട്ടിലേക്ക് കടന്ന് വന്നിട്ടുള്ളതായ മഹാലക്ഷ്മി ചൈതന്യം പടിയിറങ്ങും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അവിടെ മൂദേവി അഥവാ അലക്ഷ്മിയായിരിക്കും പിന്നീട് വസിക്കുക. അതിനാൽ ആ വ്യക്തികൾ എന്തു തന്നെ ശ്രമിച്ചാലും മുൻപത്തെ അത്രയും അനുകൂല ഫലങ്ങൾ വന്ന് ചേരില്ല എന്ന് മാത്രമല്ല, നാൾക്ക് നാൾ അവർക്ക് ക്ഷയം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ധനപരമാകാം, തൊഴിൽപരമാകാം, അല്ലെങ്കിൽ അവരുടെ ആയുരാരോഗ്യം തന്നെയാകാം. ആയുസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ക്ഷയം സംഭവിക്കുന്നതിന് കാരണമായി തീരും. ആയുർദോഷം എന്ന് തന്നെ പരാമർശിക്കാം. പ്രത്യേകിച്ചും ആ വീട്ടിലെ ഗൃഹനാഥൻ, ഗൃഹനാഥയ്ക്കായിരിക്കും ഈ കാര്യങ്ങൾ ആദ്യമേ ബാധിക്കുക. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈ സമയത്ത് ഒരിക്കലും ചൂല് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ, സന്ധ്യാസമയത്ത് ചൂല് ഉപയോഗിക്കുന്നത് വളരെ ദോഷകരം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. ചില വൃത്തിയുള്ള സ്ഥലത്ത്, അതായത് ശുദ്ധിയുള്ള സ്ഥലത്താണ് ചൂല് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ ബാത്റൂം പോലെയുള്ള ഇടത്ത്, വേസ്റ്റ് കൂട്ടിയിടുന്നതായ ഭാഗത്ത്, അല്ലെങ്കിൽ അത്തരത്തിൽ മലിനമായി കിടക്കുന്ന ഒരു ഭാഗത്ത് ചൂല് നിങ്ങൾ വയ്ക്കുന്നത് ദോഷകരമായി ഭവിക്കും. വീട്ടിലെ നെഗറ്റീവായ ഊർജത്തെ ഒഴിവാക്കി പോസിറ്റീവായ ഊർജം കൊണ്ടുവരുന്ന ചൂലിന് നിങ്ങൾ പ്രാധാന്യം നൽകിയില്ല എങ്കിൽ നിങ്ങളിലേക്ക് നെഗറ്റീവായ ഊർജം ഇരട്ടിയായി വന്ന് ചേരും എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും ചൂലുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും നിങ്ങൾ പ്രാധാന്യം നൽകണം. അതേപോലെ ചിലർക്ക് സംഭവിക്കുന്നതായ ചില അബദ്ധങ്ങളുണ്ട്. അത് അവർക്ക് മനസ്സിലാകാത്തതിനാൽ സംഭവിക്കുന്നതായ അബദ്ധങ്ങൾ തന്നെയാണ്. നിങ്ങളും ഇപ്രകാരം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായും തിരുത്തപ്പെടേണ്ടതായ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ആദ്യത്തേതായ കാര്യം, ഒരിക്കലും ചൂല് അഥവാ മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ഈ വസ്തു പുറമേ നിന്ന് വരുന്നവർ കാണാത്ത വിധം വീടുകളിൽ സൂക്ഷിക്കണം എന്നാണ് പറയുക. കാണും വിധം സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ശുഭകരമായി തീരില്ല എന്ന് നിസ്സംശയം പറയാം. അത് നിങ്ങൾക്ക് ദോഷകരമായി തന്നെ മാറാവുന്നതുമാണ്. അതിനാൽ തീർച്ചയായും ആരും കാണാത്ത വിധം സൂക്ഷിക്കുക. ചിലർ വളരെയധികം കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതായ ചൂല് വീണ്ടും വീണ്ടും ഉപയോഗിച്ചു എന്ന് വരാം. ഒരിക്കലും അത് ചെയ്യരുത്. തീർച്ചയായും ചൂല് മാറ്റി വാങ്ങുക, അതായത് പുതിയൊരു ചൂല് വാങ്ങുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ചിലർ വളരെ വലിയ ഒരു അബദ്ധം ചെയ്യും. വീടിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ചൂല് തന്നെ വീടിന്റെ പുറത്തും ഉപയോഗിക്കും, അല്ലെങ്കിൽ പുറത്ത് ഉപയോഗിക്കുന്ന ചൂല് വീടിന്റെ അകത്ത് ഉപയോഗിച്ചു എന്ന് വരാം. അതീവ ദോഷകരമാണ്. നിങ്ങൾ എന്താണോ വീടുകളിൽ നിന്നും ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അതിന്റെ ഇരട്ടി ആ വീടുകളിലേക്ക് വന്നു ചേരുന്നു എന്നതാണ് ഫലം. നെഗറ്റീവായ ഊർജം ഇരട്ടിയായി വന്നു ചേരും. അത്തരം ഭവനങ്ങളിൽ ഒരിക്കലും മഹാലക്ഷ്മിക്ക് വസിക്കുവാൻ സാധിക്കില്ല എന്നത് വാസ്തവമായ കാര്യമാണ്. അതിനാൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ബാധിക്കാം, ചെയ്യുന്ന പ്രവൃത്തികളിൽ ബാധിക്കാം. അതിനാൽ ഒരിക്കലും ആ കാര്യം നിങ്ങൾ പ്രവർത്തിക്കരുത്. മറ്റൊരു കാര്യം, മറ്റൊരു വീട്ടിൽ നിന്നും ചൂല് താൽക്കാലികമായി വാങ്ങി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചൂല് മറ്റൊരു വ്യക്തിക്ക്, അതായത് മറ്റൊരു വീട്ടിലേക്ക് താൽക്കാലികമായ ആവശ്യത്തിന് കൊടുക്കാനോ പാടില്ല എന്നാണ് പറയുക. അതും ശുഭകരമായ കാര്യമല്ല. അതും നിങ്ങൾക്ക് ദോഷം വരുത്തി വയ്ക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു. അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ചൂല് എപ്പോഴും നിങ്ങൾ ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കുക.
ഒരിക്കലും തലകുത്തി വയ്ക്കരുത്. ശരിയായ രീതിയിൽ തന്നെ ചാരി വയ്ക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യത്തിനും നിങ്ങൾ പ്രാധാന്യം നൽകുക. ചൂല് ഒരിക്കലും ചവിട്ടാൻ പാടുള്ളതല്ല, മറികടക്കുന്നതും ദോഷകരമാണ് എന്നതാണ് പറയുക. അതിനാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള ഈ വസ്തു വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കാറില്ല എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ദോഷങ്ങളായി മാറുന്നതുമാണ്. ധനനേട്ടങ്ങൾ വിചാരിച്ചതുപോലെ ഉണ്ടാകില്ല എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും ഈ കാര്യം കേൾക്കുവാൻ സാധിച്ചത് അത് തിരുത്തപ്പെടണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മഹാലക്ഷ്മി കടാക്ഷം ഉള്ളതിനാൽ കൂടിയാണ് എന്നർത്ഥമാക്കാം.